ആദാബ്. ഇന്നത്തെ വീഡിയോയിൽ കുടുംബശ്രീ എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 7ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ അവസാന പാഠഭാഗമാണ് ഇത്. ഇതാണ് കുടുംബശ്രീയുടെ ലോഗോ. നമ്മളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ നോക്കാം. നോക്കൂ. അമ്മി അമ്മി ആപ് കഹാ ഹേ? അമ്മേ അമ്മേ, നിങ്ങൾ എവിടെയാണ്? സ്കൂൾ സേ ആത്തേ ഹി നിഹാൽ പുകാർനെ ലഗ. സ്കൂളിൽ നിന്ന് വന്നതും നിഹാൽ വിളിക്കാൻ തുടങ്ങി. ഹാ ബേട്ട, മേ രസോയി മേഹും. മോനെ, ഞാൻ അടുക്കളയിലുണ്ട്. അപ്പോൾ നിഹാൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അവൻ എന്ത് ചെയ്യണം? അമ്മേ അമ്മേ, അമ്മ എവിടെയാണെന്ന് വിളിച്ച് ചോദിക്കുകയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ അവൻ്റെ അമ്മ ഉത്തരം പറയാണ്, ഞാൻ രസോയിയിലുണ്ട്. രസോയി ഖാന എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ് അർത്ഥം. നിഹാൽ ബസ്ത അൽമാരി മേ രഖ് കർ അമ്മി കെ പാസ് ഗയ. നിഹാൽ ബാഗ് അലമാരയിൽ വെച്ചിട്ട് അമ്മയുടെ അടുത്ത് പോയി. അമ്മി ആപ് യെ ക്യാ തയ്യാർ കർ രഹി ഹേ? അമ്മേ, നിങ്ങളിവിടെ ഇതെന്താണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്? നിഹാൽ നെ ഹൈറത്ത് സേ പൂച്ച. നിഹാൽ ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചു. ബേട്ടാ, കൽ കുടുംബശ്രീ കാ മേള ഹേനാ? എന്താ പറയുന്നത്? മോനെ, നാളെ കുടുംബശ്രീയുടെ മേളയല്ലേ? ഇസ് കേലിയെ അച്ചാർ ഔർ പക്വാൻ ബനാ രഹി ഹോം. അല്ലേ? എന്താ പറയുന്നത്? അതിനായിട്ട് അച്ചാറും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണ്. അമ്മി കൽ ചുട്ടി ഹേന? മേബി മേള ദേഖ്നെ ആവുങ്ക. അല്ലേ? അമ്മേ, നാളെ അവധിയല്ലേ? ഞാനും നാളെ മേള കാണാനായിട്ട് വരട്ടെ. ഹാ ബേട്ടെ, തും ജരൂർ ആന. അല്ലേ? എന്താ പറയുന്നത്? മോനെ, നീ തീർച്ചയായും വരണം. മേളേ മേ ദേഖ്നെ കെ ലിയെ ബഹുത് കുച്ച് ഹേ. മേളയിൽ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മേളയിൽ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഈ കുടുംബശ്രീ ക്യാ ഹേ അമ്മി ജാൻ? അപ്പോഴാണ് അവൻ വീണ്ടും ചോദിക്കുന്നത്, ഈ കുടുംബശ്രീ എന്താണ് അമ്മേ? ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മേ? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്, എന്താണ് ഈ കുടുംബശ്രീ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുടുംബശ്രീ എന്താണെന്നുള്ളത്? ഒരുപക്ഷെ കുടുംബശ്രീ എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ കൂടുതലായിട്ട് പണ്ടൊക്കെ കേൾക്കുന്ന ആ ഒരു വാക്ക് അയൽക്കൂട്ടം എന്നാണ്. നമ്മളെല്ലാവരും അയൽക്കൂട്ടം എന്ന വാക്ക് ധാരാളമായി കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? നമ്മുടെ വീട്ടിലെ അമ്മമാർ, മുതിർന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ചേച്ചിമാർ, അവരെല്ലാവരും ഏതെങ്കിലും ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളായിരിക്കും മിക്കവാറും, അല്ലേ? ആ യൂണിറ്റിൽ അവർ ചെറിയ ഒരു പിരിവുണ്ടാവും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മയൊക്കെ ചെയ്യുന്ന സമയത്ത് 20 രൂപയായിരുന്നു അവർ ആഴ്ചയിൽ പിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിനിങ്ങനെ ഇതുപോലെ വാങ്ങുന്ന പൈസ കൊടുക്കുന്നവരുടെ പേരെഴുതാനും അതുപോലെ അവരെന്തൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്ന് എഴുതാനൊക്കെയുള്ള പുസ്തകവും ഒക്കെ ഉണ്ടാവും. സാധാരണ ശനിയാഴ്ചകളിലായിരുന്നു അന്നത്തെ കുടുംബശ്രീയൊക്കെ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബശ്രീയെക്കുറിച്ച് നമ്മൾ അടുത്തിടെയായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ പേപ്പറിലും അതുപോലെ തന്നെ TV യിലും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ വാർത്ത? ഞാൻ എന്തായാലും അതൊന്ന് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ന്യൂസ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ സരസ് മേള. ഈ ദേശീയ സരസ് മേളയെക്കുറിച്ചുള്ള ന്യൂസുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലേ? കുടുംബശ്രീയുടെ 13ാമത് ദേശീയ സരസ് മേളയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വിപണന മേളകളുണ്ടായിരുന്നു, ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കലാപരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. 10 ദിവസം നീണ്ട ഒരു വലിയ പരിപാടി തന്നെയായിരുന്നു ചാലിശ്ശേരിയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഈ ദേശീയ സരസ് മേള. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കുടുംബശ്രീയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ, എന്തെല്ലാം വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എന്ന്. വെറുതെ കുറച്ച് പേര് ചേർന്ന് അപ്പുറത്തെയും വീടത്തെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു സംഭവമല്ല കുടുംബശ്രീ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അങ്ങനെ കുറച്ച് പെണ്ണുങ്ങൾ ചേർന്ന് അങ്ങനെ കഥയൊക്കെ പറയുന്ന ഒരിതാണെന്നുള്ളത്. അങ്ങനെ പറയുന്ന യൂണിറ്റുകളുമുണ്ട്. പക്ഷേ അതല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരവസരം എത്രത്തോളം മികവുറ്റ രീതിയിൽ നടത്തി അതിൽ നിന്ന് എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്തെടുക്കാം എന്നുള്ളതിനുള്ള ഒരു ഉത്തമ തെളിവായിരുന്നു ഈ ദേശീയ സരസ് മേള. ഇതിൽ ഒരുപാട് കുടുംബശ്രീ അംഗങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കുകയുണ്ടായി.
കോടിക്കണക്കിന് രൂപയുടെ വിപണന മേളയാണ് ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുടുംബശ്രീക്കാർക്കായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഉച്ചയൂണിൻ്റെ ഉണ്ടാവും. ചെറിയൊരു കടയായിരിക്കും, അതിൽ കുടുംബശ്രീ അംഗങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചിലവിടെ അച്ചാർ, കുടുംബശ്രീ ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീക്കാർ വിൽക്കുന്നുണ്ടാവും. ചിലവിടെ പലഹാരങ്ങളായിരിക്കും. അപ്പോൾ പല രീതിയിലും വിപണനം നടത്തുന്നുണ്ട് നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാർ. അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നത് വളരെ നമ്മൾ നിസാരമായി കാണേണ്ട ഒരു സംഭവമല്ല, അതൊരു വലിയ പ്രസ്ഥാനം തന്നെയാണ്. അതിൽ ഒരുപാട് പേര് ഒരുപാട് വിജയങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നേർസാക്ഷ്യമായിരുന്നു ഈ ദേശീയ സരസ്മേള. അപ്പം നിങ്ങൾ ഇതിൻ്റെ ന്യൂസുകളും ന്യൂസൊക്കെ ഒന്ന് വായിക്കുകയോ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമ്മുടെ പാഠഭാഗത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അഥവാ നമ്മുടെ കുടുംബശ്രീയെക്കുറിച്ച് എന്താണ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഈ തസ്വീറിൽ എന്താ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ചെണ്ടമേളമൊക്കെ നടത്തുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ മേഖലയിലൊക്കെ ഇന്ന് കുടുംബശ്രീക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ അതിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ന്യൂസിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, കിണർ കുഴിക്കാനായിട്ട് കുടുംബശ്രീ അംഗങ്ങൾ. അപ്പോൾ ഒരുപാട് മേഖലകളിൽ കുടുംബശ്രീ അംഗങ്ങൾ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുടുംബശ്രീയെക്കുറിച്ചുള്ള ആ ഒരു പാഠഭാഗം ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക. കുടുംബശ്രീ औरतों की एक अंजुमन है. केरला में पंचायत के हर एक वार्ड में अलग अलग कुडुम्बश्री यूनिट होता है. इसके तहत पंचायत में मुख्तलिफ प्रोग्राम किए जाते हैं. ये औरतों को बढ़ावा देने का एक सरकारी मंसूबा है और गरीबी दूर करना उसका अहम मकसद है. എന്താ പറയുന്നത്? കുടുംബശ്രീ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്, ഔറത്തുകളുടെ ഒരു കൂട്ടായ്മയാണ് കുടുംബശ്രീ. കേരളത്തിലെ കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിൽ എല്ലാ വാർഡുകളിലും എന്തുണ്ട്? അലഗ് വ്യത്യസ്ത കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ പഞ്ചായത്തുകളിൽ എല്ലാ വാർഡുകളിലും വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ വാർഡിനും ഓരോരോ കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 14 വാർഡാണെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ 14 വാർഡിലും എന്തുണ്ട്? ഓരോരോ കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ട്. ഇസ്കെ തഹത്ത്, അതിൻ്റെ കീഴിൽ പഞ്ചായത്തിൽ പല വിധത്തിലുള്ള ഇസ്കെ തഹത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിൽ പഞ്ചായത്ത് മേ മുഖ്തലിഫ് പ്രോഗ്രാം കിയേ ജാത്തേ ഹെ, പഞ്ചായത്തിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നു, പലതരത്തിലുള്ള പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇങ്ങനെ CDS ADS അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിലൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ കുടുംബശ്രീയിലുള്ള ആളുകളെയാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യുന്നത്? മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ADSഉം CDS ഒക്കെ ആയിട്ട് സ്ഥാനക്കയറ്റമൊക്കെ നൽകുന്നത് ഈ കുടുംബശ്രീയിൽ നിന്നുള്ള ആളുകളെയാണ്. അങ്ങനെ പലതരത്തിലുള്ള പരിപാടികളിൽ കുടുംബശ്രീക്കാർ പങ്കാളിയാവാറുണ്ട്. ഈ ഔറത്തോं को बढ़ावा देने का एक सरकारी मंसूबा है. ഇത് സ്ത്രീകൾക്ക് പുരോഗതി നൽകാനായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ മുൻപന്തിയിലെത്തിക്കാനായിട്ട്, സ്ത്രീകൾക്ക് ഉന്നമനം നൽകാനായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഇതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അഹം മക്സദ് എന്ന് പറയുന്നത് ഒരീബി ദൂർ കർന, ദാരിദ്ര്യം അകറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമുക്കറിയാം, ആകെ പുരുഷന്മാരായിരിക്കും ജോലിക്ക് പോകുന്നുണ്ടാവുക. ആ സമയത്ത് അതുകൊണ്ട് വീട് കഴിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ അച്ഛന്മാർ അല്ലേ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ വീട് ചിലപ്പോൾ പട്ടിണിയാവും, അവിടുത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ പട്ടിണിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉന്നമനം നൽകാനും നമ്മുടെ സമൂഹത്തിലെ പട്ടിണി അകറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയൊക്കെ നമ്മുടെ സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്ത്? കുടുംബശ്രീ. അതിലൂടെ അവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സഹായങ്ങളും ഒക്കെ നൽകി വരുന്നുണ്ട്. പിന്നെ നോക്കൂ, ഈദ്, ഓണം और क्रिसमस जैसे त्योहारों के मौके पर കുടുംബശ്രീ के मेले लगते हैं. ഈദ്, ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളുടെ അവസരത്തിലൊക്കെ കുടുംബശ്രീ മേള ഉണ്ടാവാറുണ്ട്. എന്താ എന്നിട്ട് കുടുംബശ്രീ മേളയിൽ ചെയ്യുന്നത്? നോക്കൂ, അവിടെ കൊടുത്തിട്ടുണ്ട്. ആംദനി के लिए औरतें उन मेलों में घरेलू सामान, खाने की चीज़ें, कपड़े वगैरह तैयार करके बेचते हैं.
അതിലെന്ത് ചെയ്യാണ്, വരുമാനത്തിനായിട്ട് സ്ത്രീകൾ ആ മേളകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടുപകരണങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ വസ്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ നിർമ്മിച്ച് അവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. ആ മേള നടക്കുന്ന സമയത്ത് ഒരുപാട് പേര് അവിടേക്ക് പോകുമല്ലേ, ഒരുപാട് പേര് അവിടേക്ക് പോകുന്നു. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങുന്നു. അതിലൂടെ ആ കുടുംബശ്രീക്കാർക്ക് എന്ത് ചെയ്യാണ്, അതിലൂടെ അവർക്ക് വരുമാനം ലഭിക്കുന്നു അല്ലേ. അതുകൊണ്ട് അവരുടെ ദാരിദ്ര്യം അകലും. औरतों की ये अंजुमन अपनी समाजी खिदमत की वजह से दुनिया वालों के लिए एक बेहतरीन नमूना है. സ്ത്രീകളുടെ ഈ കൂട്ടായ്മ അവരുടെ സാമൂഹിക സേവനങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ തന്നെ, ഈ ലോകത്തിലെ എല്ലാവർക്കും ഒരു ഉത്തമ മാതൃകയാണ്. കുടുംബശ്രീ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളൊരു സംഭവമാണെന്നുള്ളത്. ഉണ്ടാവുമായിരിക്കും, നമ്മുടെ മറ്റുള്ള അവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിന് മുന്നിൽ മാതൃകയായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ കുടുംബശ്രീ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ പാഠഭാഗം. അപ്പോൾ ഈ അച്ചാറും പക്കവടയും മാത്രമൊന്നും അല്ല കേട്ടോ, കുടകൾ, ബാഗുകൾ, അതുപോലെ തന്നെ ഹോളോ ബ്രിക്സ് കല്ലുകൾ, അങ്ങനെ പല രീതിയിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ കുടുംബശ്രീ അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബശ്രീയെക്കുറിച്ചുള്ള പാഠഭാഗം വളരെ വൃത്തിയായി മനസ്സിലാക്കുക, പാഠഭാഗം നന്നായി വായിക്കുക. ഇതിലെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹുദാ ഹാഫിസ്.